ഞാൻ പ്രാഥമിക അംഗത്വത്തിൽ രാജിവെച്ചു. ഓ, അപ്പൊ അതിനൊരു തീരുമാനമായി. കർത്താവേ, എന്റെ പൊന്ന ദൈവമേ, വളരെ നല്ല കാര്യം. ഇനിയെങ്കിലും ആ സംഘടന രക്ഷപ്പെടുമല്ലോ. എന്തായാലും ഇവര് പറയുന്ന ഒന്ന് കേട്ട് നോക്കിക്കോ. ഇന്നലെ ഞാൻ എഴുതിയ 93 യൂട്യൂബ് വീഡിയോകൾക്കെതിരെയും മലയാള സിനിമയിൽ മുൻപ് പ്രവർത്തിച്ചിരുന്നു എന്ന് അവകാശപ്പെടുന്ന 2 യൂട്യൂബേഴ്സ്, മലയാള സിനിമയിൽ ഒരു കാലത്ത് സംവിധായകരെന്നൊക്കെ അവകാശപ്പെടുന്ന 2 യൂട്യൂബേഴ്സിനെതിരെയും ഞാൻ ഇൻഫോ പാർക്ക് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതി. ഒരു മിനിറ്റ്. പണ്ട് മലയാള സിനിമയിൽ ഉണ്ടായിരുന്ന യൂട്യൂബർ അതാരാന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾക്കറിയാവോ? മേ ബി ഒരാൾ നമ്മുടെ ശാന്തിവിളി ദിനേശ് ആയിരിക്കും, മറ്റേതാരാന്ന് എനിക്കറിയത്തില്ല. അറിയാവുന്നവരുണ്ടോ എന്ന് പറഞ്ഞേരെ. എനിക്കറിയില്ല. ഈ അടുത്തിടെ ഇവർ ഏതെങ്കിലും സിനിമ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവരും ഒരു പഴയ നടിയാണ്. പിന്നെ പണ്ട് എന്ന് മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. സത്യൻ അന്തിക്കാടിന്റെ സിനിമയിൽ എങ്ങാണ്ടാണ് ഇവരെ ഞാൻ കണ്ടിട്ടുള്ളത്. ലേറ്റസ്റ്റ് ആയിട്ട് ഇവരുടെ ഒരു മൂവിയും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് പറയണേ. ഫുൾ പോസ്റ്റ് എന്താണ് എന്ന് പോലും മനസ്സിലാക്കാണ്ട് നിങ്ങളടക്കമുള്ള മെയിൻ മീഡിയാസ് ഏത് രീതിയിലാണ് വളച്ചൊടിച്ച് ഇതിനെ കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങളും അതിൽ ഉത്തരവാദികളാണ് എന്നത് ഞാൻ പറയുന്നു. ഇവർക്ക് എല്ലാരെയും ഇൻസൾട്ട് ചെയ്യാം, ഇവരെ ആരും ഒന്നും പറയില്ല. ഇതെവിടുത്തെ ന്യായം? ഞാൻ അത് എനിക്കുൾപ്പെടെ വരുന്ന ഒരു ആരോപണമായിട്ട് ഞാൻ വിചാരിക്കുന്നു. കാരണം ഓഗസ്റ്റ് 15-ാം തീയതി അധികാരത്തിലേറിയ കമ്മിറ്റിയുടെ ഇന്നലെ മുതലുള്ള ബില്ലുകൾ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് നെഞ്ച് കൈവച്ച് പറയാൻ പറ്റും. ബില്ലുകള് അത് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ ഈ കാലത്ത് കഷ്ടപ്പാടൊന്നുമില്ല. അതെ സാറേ, ഞങ്ങള് വഴക്കാം. തന്നെ മൂച്ചേട്ടെ. ഈ സംഘടനയ്ക്ക് അങ്ങനെ ഒരാൾക്കും ഏത് കമ്മിറ്റി വന്നാലും അവർക്ക് അങ്ങനെ സാമ്പത്തിക തട്ടിപ്പോ ക്രമക്കേടുകളോ ഒന്നും നടത്താനായിട്ട് പറ്റില്ല. നമ്മുടെ ബാബുരാജ് ഇവരെ കുറിച്ച് എന്തോ പറഞ്ഞിരുന്നു, എന്തോ ഫിനാൻഷ്യൽ തട്ടിപ്പിനെ കുറിച്ച്. എന്താണെന്ന് കേട്ടാലോ? 67 ലക്ഷം രൂപയുടെ കണക്ക് എനിക്ക് തെറ്റി അയച്ചു. ആ 67 ലക്ഷം രൂപയുടെ കണക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. വ്യക്തിപരമായ പ്രശ്നത്തെ വ്യക്തിപരമായിട്ടും സംഘടനാപരമായ പ്രശ്നത്തെ അങ്ങനെ കാണാനും കഴിയാത്തിടത്തോളം കാലം ഇനി ഏത് കമ്മിറ്റി വന്നാലും ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ചേച്ചി എന്തായാലും ഈ സംഘടനയിൽ ഇനിയും പ്രശ്നം ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. കാരണം ചേച്ചി ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അവരും ഞങ്ങളുമേ ഇന്നുണ്ടായിട്ടുള്ളൂ. ഞങ്ങൾ കമ്മിറ്റി അംഗങ്ങൾ, ഞങ്ങളും അവർ എന്ന് പറയുന്നത് ബാക്കി മുഴുവൻ ബോഡിയും. ആരാണ് ഈ അവർ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്തായാലും ചേച്ചിയുടെ മൊത്തത്തിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ കാണുമ്പോ എനിക്ക് വേണ്ട ഈ ഡയലോഗ് ഓർമ്മ വന്നു. ലക്ഷ്മി എന്ന് പറയുന്ന ഒരു ആളിൽ നിന്നും ഭദ്രകാളിയായിട്ട് മാറിയതുപോലെയാണ് എനിക്ക് തോന്നിയത്. ശരിക്കും പറഞ്ഞത് നല്ലതല്ല, ഭദ്രകാളി നല്ലതല്ലേ?